ഇക്കാലത്ത് നേത്രരോഗ ചികിത്സ നടത്താത്തവർ തന്നെ വളരെ ചുരുക്കമായിരിക്കും. അറ്റ്ലീസ്റ്റ് കണ്ണ് ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നേത്രരോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എൻ്റെ ഫാമിലിയിൽ ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക ഐ ഹോസ്പിറ്റലുകളും അറിയാം. നേത്രപരിചരണ രംഗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ വലിയൊരു പേരായി മാറിയ സ്ഥാപനമാണ് വാസൻ ഐ കെയർ. ചിലർക്കെങ്കിലും അറിയുന്ന പേരായിരിക്കും ഇത്. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് വളർന്ന് രാജ്യത്തുടനീളം ശാഖകളുള്ള ഒരു വലിയ ശൃംഖലയായി വാസൻ മാറി. എന്നാൽ ഈ വളർച്ചയുടെ വഴിയിൽ നിരവധി വിവാദങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും വാസൻ ഐ കെയറിനെ വേട്ടയാടി. ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, കമ്പനിയുടെ സ്ഥാപകന്റെ ദുരൂഹ മരണം, ഒടുവിൽ കമ്പനി മറ്റൊരാൾ ഏറ്റെടുക്കുന്ന സാഹചര്യം, ഇതെല്ലാം വാസൻ ഐ കെയറിന്റെ ചരിത്രത്തിലെ പ്രധാന അധ്യായങ്ങളാണ്. നമ്മൾക്കിന്ന് വാസൻ ഐ കെയറിന്റെ കഥ പറയാം. നമസ്കാരം, ഇറ്റ്സ് മീ രഞ്ജിത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1947 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ AR മുരുകയ്യ എന്ന ഒരു കോൺഗ്രസ് നേതാവ് വാസൻ മെഡിക്കൽ സെന്റർ എന്ന പേരിൽ ഒരു ഫാർമസി സ്റ്റോർ ആരംഭിച്ചു. ഈ സ്ഥാപനം 1991 വരെ വിജയകരമായി പ്രവർത്തിച്ചു. മുരുകയ്യയുടെ മരണശേഷം മകൻ ഡോക്ടർ AM അരുൺ സ്ഥാപനത്തിന്റെ ചുമതലയേറ്റു. അന്ന് 22 വയസ്സ് മാത്രമായിരുന്നു അരുണിന്റെ പ്രായം. അരുണിന്റെ നേതൃത്വത്തിൽ വാസൻ ഗ്രൂപ്പ് വലിയ വളർച്ച നേടി. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ദീർഘവീക്ഷണത്തോടെ അരുൺ ലാബോറട്ടറി ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു. 2002 വാസൻ ഐ കെയർ എന്ന പേരിൽ നേത്ര ചികിത്സാ രംഗത്തേക്ക് കടക്കുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ ആരംഭിച്ച ആദ്യത്തെ ഐ കെയർ ആശുപത്രി ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധ നേടി. ഇത് വാസൻ ഗ്രൂപ്പിന്റെ വളർച്ചയുടെ വേഗത കൂട്ടി. 2008 ആയപ്പോഴേക്കും തമിഴ്നാട്ടിലും കേരളത്തിലുമായി 14 ശാഖകളോടെ വാസൻ ഐ കെയർ ഒരു പ്രമുഖ നേത്ര ചികിത്സാ ശൃംഖലയായി മാറി. 2011 നേത്ര ചികിത്സാ രംഗത്ത് ലോകത്ത് ഏറ്റവും അധികം ശസ്ത്രക്രിയാ കേന്ദ്രങ്ങളുള്ള സ്ഥാപനങ്ങളിൽ ഒന്നായി വാസൻ ഐ കെയർ മാറി. ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലായി 27 ഡെന്റൽ ആശുപത്രികളും തിരുച്ചിറപ്പള്ളിയിൽ 2 മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും വാസൻ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടായിരുന്നു. രാജ്യത്തുടനീളം 150-ലധികം ശാഖകളോടെ വാസൻ ഐ കെയർ വലിയൊരു സാന്നിധ്യമായി മാറിയിരുന്നു. ഈ വളർച്ചയുടെ ഘട്ടത്തിൽ വാസൻ ഐ കെയറിന് നിരവധി പ്രമുഖ നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് ലഭിച്ചു. സെക്കോയിയ ക്യാപിറ്റൽ, GIC അതായത് ഗവൺമെന്റ് ഓഫ് സിംഗപ്പൂർ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, വെസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് തുടങ്ങിയ പ്രമുഖ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ വാസനിൽ നിക്ഷേപം നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ കമ്പനിയുടെ മൂല്യം, അതായത് വാല്യൂ, ഏകദേശം $1 ബില്യൺ കണക്കാക്കപ്പെട്ടിരുന്നു. ബാങ്കുകളിൽ നിന്നും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വൻതോതിലുള്ള വായ്പകൾ എടുത്താണ് കമ്പനി അതിവേഗം ശാഖകൾ വികസിപ്പിച്ചത്. വാസൻ ഐ കെയറിന്റെ വളർച്ചയുടെ വേഗതയെ ചോദ്യം ചെയ്തുകൊണ്ടും സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ടുമുള്ള വാർത്തകൾ 2015 തൊട്ട് പുറത്തു വന്നു തുടങ്ങിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരവുമായി ബന്ധപ്പെട്ട ചില കള്ളപ്പണ ഇടപാടുകളിൽ വാസൻ ഐ കെയറിന് പങ്കുണ്ടെന്ന് BJP സഹയാത്രികനും മാധ്യമപ്രവർത്തകനുമായ S. ഗുരുമൂർത്തി ആരോപിച്ചു. ഈ ആരോപണങ്ങളെ തുടർന്ന് 2015 ഡിസംബറിൽ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വാസൻ ഐ കെയർ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. ഈ റെയ്ഡുകൾ കാർത്തി ചിദംബരവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലും നടന്നു. വാസൻ ഐ കെയറിലെ ചില ഓഹരികൾ അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൈവശമുണ്ടായിരുന്നു. ഈ ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ ലംഘനങ്ങളെക്കുറിച്ചാണ് ED പ്രധാനമായും അന്വേഷിച്ചത്. അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി വാസൻ ഐ കെയറിലേക്ക് വിദേശത്ത് നിന്ന് നിക്ഷേപം എത്തിയതുമായി ബന്ധപ്പെട്ട് FEMA നിയമങ്ങളുടെ ലംഘനം നടന്നതായി ED കണ്ടെത്തി. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിലെ ചട്ടലംഘനങ്ങൾ, ഓഹരികളുടെ കൈമാറ്റം, മൂല്യനിർണ്ണയം എന്നിവയെല്ലാം അന്വേഷണ പരിധിയിൽ വന്നു. വാസൻ ഐ കെയറിലെ ഓഹരികൾ വിദേശ നിക്ഷേപകർക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട് അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏകദേശം 45 കോടി രൂപയുടെ വിദേശ നാണ്യ ചട്ടലംഘനം നടത്തിയതായാണ് EDയുടെ ആരോപണം. ഈ ഇടപാടുകളിൽ കാർത്തി ചിദംബരം നിയന്ത്രണം ചെലുത്തുകയും ഇതിന്റെ ഗുണഭോക്താവുകയും ചെയ്തതായി ED ആരോപിച്ചു. കൂടാതെ JD ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൽ സാമ്പത്തിക ആദായ നികുതി പരിശോധനയിൽ കണ്ടെത്തിയ ചില രേഖകളും വാസൻ ഐ കെയറിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു. JD ഗ്രൂപ്പ് വാസൻ ഐ കെയറിന് പലിശരഹിത വായ്പ നൽകിയെന്നും ഡോക്ടർ AM അരുണിന് വലിയ തുക കള്ളപ്പണമായി നൽകിയെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. ഈ പണം ഒരു സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവിന് വേണ്ടിയായിരുന്നു എന്നും ആരോപണങ്ങൾ ഉയർന്നു. JD ഗ്രൂപ്പ് അവരുടെ അനധികൃത ചിട്ടി ഫണ്ട് ബിസിനസ് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള സംരക്ഷണത്തിനായാണ് ഈ പണം നൽകിയത് എന്നും ആരോപണങ്ങൾ ഉണ്ടായി. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ രേഖകളിൽ 223 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നതായും വാർത്തകൾ സൂചിപ്പിച്ചു. ഈ അന്വേഷണങ്ങളുടെ ഭാഗമായി ED കാർത്തി ചിദംബരത്തിനും വാസൻ ഐ കെയറിന്റെ ഡയറക്ടർമാർക്കും സമൻസ് അയച്ചു.
ഫെമ നിയമപ്രകാരം വലിയ തുക പിഴയായി ചുമത്താനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചു. ഏകദേശം 2262 കോടി രൂപയുടെ ഫെമ ലംഘനം വാസൻ ഹെൽത്ത് കെയർ നടത്തിയതായി ഇ ഡി ആരോപിച്ചു. ആദായ നികുതി വകുപ്പിന്റെയും ഇ ഡിയുടെയും അന്വേഷണങ്ങൾ വാസൻ ഐ കെയറിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ബാങ്കുകൾക്ക് നൽകാനുള്ള വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങി. ആശുപത്രിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകുന്ന വെണ്ടർമാർക്ക് പണം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു. പല വെണ്ടർമാരും പണം തിരികെ ലഭിക്കുന്നതിനായി നിയമ നടപടികൾ ആരംഭിച്ചു. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടതും പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കമ്പനി വായ്പകൾ പുനഃക്രമീകരിക്കാനും പുതിയ നിക്ഷേപം കണ്ടെത്താനും ശ്രമിച്ചു. എന്നാൽ കമ്പനിക്കെതിരെയുള്ള അന്വേഷണങ്ങളും നിയമ നടപടികളും കാരണം പുതിയ നിക്ഷേപകർ മുന്നോട്ട് വരാൻ മടിച്ചു. നിലവിലുള്ള നിക്ഷേപകരും കൂടുതൽ പണം മുടക്കാൻ തയ്യാറായില്ല. ഇതോടെ കമ്പനി കൂടുതൽ പ്രതിസന്ധിയിലായി. കടക്കെണിയിലായ വാസൻ ഐ കെയറിനെ ഏറ്റെടുക്കാൻ പ്രമുഖ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങൾ താൽപര്യം കാണിക്കുന്നതായി 2016 വാർത്തകളുണ്ടായിരുന്നു. TPG ക്യാപിറ്റൽ, ജനറൽ അറ്റ്ലാന്റിക് പാർട്ട്നേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വാസൻ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ കമ്പനിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ കാരണം ഈ ചർച്ചകൾക്കൊന്നും അന്തിമ രൂപമായില്ല. മലേഷ്യൻ കമ്പനിയായ IHH ഹെൽത്ത് കെയർ, മണിപ്പാൽ ഹോസ്പിറ്റൽസ് തുടങ്ങിയ നിക്ഷേപകരും അന്വേഷണങ്ങൾ കാരണം ഏറ്റെടുക്കൽ താൽപര്യത്തിൽ നിന്ന് പിന്മാറി. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വാസന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വാസൻ ഐ കെയർ സാമ്പത്തികമായും നിയമപരമായും പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് കമ്പനിയുടെ സ്ഥാപകനായ ഡോക്ടർ AM അരുണിന്റെ മരണം സംഭവിക്കുന്നത്. 2020 നവംബർ 17 ചെന്നൈയിലെ വീട്ടിൽ വെച്ച് ഡോക്ടർ അരുണിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബന്ധു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഡോക്ടർ അരുണിന്റെ മരണം വാസൻ ഐ കെയറിന് മറ്റൊരു തിരിച്ചടിയായി. കമ്പനിയുടെ നേതൃത്വത്തിൽ വലിയൊരു ശൂന്യതയുണ്ടായി. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും നിയമക്കുരുക്കുകളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന കമ്പനിക്ക് ഇത് കൂടുതൽ വെല്ലുവിളിയായി. നിരന്തരമായ സാമ്പത്തിക പ്രശ്നങ്ങളും നിയമ നടപടികളും കാരണം വാസൻ ഐ കെയർ കൂടുതൽ ദുർബലമായി. ബാങ്കുകൾക്ക് നൽകാനുള്ള വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാതെ വന്നതോടെ കമ്പനി പാപ്പരത്വത്തിലേക്ക് നീങ്ങി. ഈ സാഹചര്യത്തിലാണ് രാജസ്ഥാൻ ആസ്ഥാനമായുള്ള ASG ഐ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് വാസൻ ഐ കെയറിനെ ഏറ്റെടുക്കുന്നത്. 2023 ആരംഭിച്ച ഏറ്റെടുക്കൽ നടപടികൾ 2024 മെയ് മാസത്തോടെ പൂർത്തിയായതായി വാർത്തകൾ വന്നു. കേരളത്തിലെ ആശുപത്രികളടക്കം വാസൻ ഐ കെയറിന്റെ എല്ലാ ശാഖകളും ഇനി ASG വാസൻ ഐ ഹോസ്പിറ്റൽസ് എന്ന പേരിലാകും അറിയപ്പെടുക. ASG ഗ്രൂപ്പ് രാജ്യത്തെ പ്രമുഖ നേത്ര പരിചരണ ആശുപത്രി ശൃംഖലകളിൽ ഒന്നാണ്. 21 സംസ്ഥാനങ്ങളിലെ 83 നഗരങ്ങളിൽ അവർക്ക് സാന്നിധ്യമുണ്ട്. വാസൻ ഐ കെയറിനെ ഏറ്റെടുത്തതിലൂടെ ദക്ഷിണേന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ASGക്ക് സാധിച്ചു. വാസൻ ഐ കെയർ നേരിട്ട സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും നിയമക്കുരുക്കുകളിൽ നിന്നും കമ്പനിയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ ASGയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ASG ഗ്രൂപ്പിന് കീഴിൽ വാസൻ ഐ കെയർ പഴയ പ്രതാപം വീണ്ടെടുക്കുമോ എന്ന് കണ്ടറിയണം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.